ഹായ് ഗായ്സ്. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഒരു റിസപ്ഷനിൽ കൂടെയാണ്. റിസപ്ഷൻ ഇന്നലെയായിരുന്നു വിവാഹം, ഇന്ന് റിസപ്ഷനാണ്. ഞങ്ങൾ റിസപ്ഷൻ്റെ ഹാളിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരുപാട് പേര് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പല ഗായകന്മാരും ഒക്കെ അവിടെ പാടിത്തിമിർക്കുന്ന ഒരു കാഴ്ചയും നമുക്കവിടെ കാണാം. ഫോട്ടോസിന് വേണ്ടി പലരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുട്ടികളൊക്കെ ചാടിത്തുള്ളി കളിക്കുകയാണ്. അതാ ഗായകരൊക്കെ അവിടെ പലതരം പാട്ടുകളൊക്കെ പാടുന്നുണ്ട്. പക്ഷേ ഈ പാട്ട് എനിക്ക് ഇതിലൂടെ ഇടാൻ പറ്റില്ല, കാരണം അതിവിടെ പാടില്ല. അതുകൊണ്ടാണ് പാട്ട് കേൾപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മ്യൂട്ട് ചെയ്തിട്ടാണ് ഞാനിത് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ മകളാണ്, പിന്നെ വേറൊരാളോടെ ഉണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കാരണം വൈകുന്നേരം ആയിരുന്നു റിസപ്ഷൻ. 4 മണി തൊട്ട് 8 മണി വരെയാണെങ്കിലും 8 മണിയൊക്കെ കഴിഞ്ഞിട്ടും ഒരു 9 മണിക്കാണ് നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ. ഇത് തുടക്കത്തിൽ തന്നെയാണ് ഞാനിത് കാണിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ ഓഡിയൻസൊക്കെ വളരെ കുറവാണ്. അപ്പം വന്നിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ. അതുകൊണ്ടാണ് പെണ്ണും ചെക്കനൊക്കെ വന്ന് കുറച്ച് സമയമായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ആൾക്കാരൊന്നും അങ്ങനെ കാണാത്തത്. കുറേ പേര് പുറത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പെണ്ണും ചെക്കനാണ് കാണുന്നത്. കല്യാണം കോഴിക്കോട് വെച്ചായിരുന്നു. ഇത് പാലക്കാട് ഒരു MKH എന്ന് പറഞ്ഞ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് റിസപ്ഷൻ നടക്കുന്നത്. ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം അവിടെ വന്ന് ചേരുന്നുണ്ട്. ആ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫോട്ടോഗ്രാഫർമാരൊക്കെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഫോട്ടോസ് എടുക്കാൻ ക്യൂ നിൽക്കുന്നുണ്ട്. അതാണ് വൈകി വരുന്നത്. ഏതായാലും പരിപാടിയൊക്കെ വളരെ സൂപ്പറാണ്. കുട്ടികളുടെ കലാപരിപാടിയൊക്കെ വേറെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും എനിക്കിതിൽ എടുക്കാൻ പറ്റിയിട്ടില്ല. ഏതായാലും അങ്ങനെ പാട്ടൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. ഓരോരുത്തർ സുഹൃത്ത് സല്ലാപങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എവിടെ ഒരു വിവാഹമൊക്കെ ആവുമ്പോൾ എല്ലാവരും ഫോണിലാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണാനുള്ള അവസരമൊക്കെ നടക്കുന്നത് ഇത്തരം ഒരു പരിപാടിയിൽ കൂടിയാണ്. അല്ലാതെ നമ്മളെ ശബ്ദം മാത്രമല്ലേ കേൾക്കുന്നുള്ളൂ. കാണാൻ പറ്റുന്നത് ഇതുപോലുള്ള അവസരങ്ങളിലായതുകൊണ്ട് വർത്തമാനം പറയാനും ഒരുപാട് കാര്യങ്ങൾ നടത്താനൊക്കെ ഓരോരുത്തരും സമയം കളയുന്നുണ്ട്. ഒരുപാട് കാലം മുമ്പ് കണ്ടവരായിരിക്കും. കല്യാണത്തിനൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഇതുപോലുള്ള ആൾക്കാരൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നതും സൗഹൃദ ബന്ധം ഇതാക്കുന്നതെല്ലാം. ഏതായാലും നമ്മൾ അങ്ങനെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോഴൊക്കെ ഫോട്ടോസിൻ്റെ തിരക്കാണ്. അങ്ങനെ ഓരോ ഫാമിലിയായിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. അങ്ങനെ വരിയായി നിൽക്കുകയാണ്. അതാ കുട്ടികളുടെ കലാപരിപാടിയാണ് ഈ കാണുന്നത്. പെൺകുട്ടികളുടെ ഡാൻസാണ്, ഒരു സിനിമാറ്റിക് ഡാൻസാണ്. അതിൻ്റെ ശബ്ദം ഞാനിതിൽ കേൾപ്പിക്കുന്നില്ല. ഡാൻസൊക്കെ വളരെ സൂപ്പറായിരുന്നു. ഇതിൽ കുട്ടികളൊക്കെ വളരെ ഭംഗിയായിട്ട് ഓരോ സ്റ്റെപ്പും വയ്ക്കുന്നുണ്ട്. പാട്ടിനനുസരിച്ചും താളത്തിനനുസരിച്ചൊക്കെ അവർ കളിക്കുന്നുണ്ട്. കൊച്ചു കുട്ടി പോലും അത് മിടുക്കിയായിട്ടാണ് കാണുന്നത്. ഏതായാലും നല്ല രസമുള്ളൊരു പരിപാടിയായിരുന്നു അത്.
അങ്ങ് ലാസ്റ്റ് വെച്ചാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഓഡിയൻസിൻ്റെ എണ്ണം വളരെ കുറവാണ്. അത് നമുക്ക് മുന്നോട്ട് നോക്കിയാൽ കാണാം, സീറ്റുകളൊക്കെ ഒഴിവാണ്. അങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. ഇപ്പം അധിക പേരും പിന്നെ ഭക്ഷണത്തിനൊക്കെ ആയിട്ട് പോയിരിക്കുകയാണ്. അത്ര ഒരു സമയമാണിപ്പം. അതുകൊണ്ട് ഇവിടെ ആടിത്തിമർക്കുകയാണ്. നല്ലൊരു ഡാൻസായിരുന്നു. കാണാനൊക്കെ നല്ല ആക്റ്റീവായ പെൺകുട്ടികളാണ്. അവരൊക്കെ നല്ല ഉഷാറായിട്ട് കളിക്കുന്നുണ്ട്. അത് കാണാൻ ഉണ്ടെന്ന് വെച്ചിട്ട് തന്നെ കുറേ ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെ ഡാൻസൊക്കെ മുറുകി കളിക്കുകയാണ്. പക്ഷെ ഒരു റെമിക്സ് ഡാൻസാണ് കളിക്കുന്നത്. പാട്ടുകൾ പലതര പാട്ടുകൾ കൂടിച്ചേർത്തിട്ടുള്ള ഒരു കളിയാണ്. പക്ഷെ അതൊന്നും എനിക്കിതിൽ ഇടാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇതിലിടുന്നില്ല. കുട്ടികളൊക്കെ ഉഷാറായിട്ട് കളിക്കുന്നു. ഞങ്ങളൊക്കെ കുറച്ച് പേര് പിന്നിലുണ്ട്. അധികം പേരും ഭക്ഷണത്തിന് വേണ്ടി പോയവരായതുകൊണ്ട് ഹോളിലൊക്കെ വളരെ ആൾക്കാർ കുറഞ്ഞിരിക്കുന്നുണ്ട്. ഏതായാലും ഈ ഡാൻസിൻ്റെ തട്ടുമുട്ടും കേട്ടപ്പോൾ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുറത്തുനിന്ന്. കാരണം ഇതിപ്പം കുട്ടികളുടെ ബന്ധുക്കളൊക്കെ പ്രത്യേകിച്ചുണ്ടായിരിക്കുമല്ലോ ഈ കളിക്കുന്നവരെ. ഏതായാലും നല്ല ഡാൻസാണ്, അത് പറയാതിരിക്കാൻ വയ്യ. ഇതുപോലെ ഒരുപാട് ഗായകരും ഇതിൽ വന്നു പോയിട്ടുണ്ട്. അവരെല്ലാം ഫോട്ടോസ് ഞാൻ എടുത്തിട്ടില്ല. പലരും പല പാട്ടുകളും ഇവിടെ പാടിയിട്ടുണ്ട്. പാട്ടുകളൊന്നും പാടിയതെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എത്രയോ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. രാവിലെ ഒരു 2-3 മണിക്കൂർ പാട്ടുകളെ കൊണ്ടുള്ള ഒരു കോലാഹലമായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പലതും ഞാൻ മിസ്സാക്കിയിട്ടുണ്ട്. കാരണം കുറേ അങ്ങോട്ട് നീണ്ടുപോയാൽ ബുദ്ധിമുട്ടാണല്ലോ. ഇപ്പോൾ മണവാളനും കൂടിയും ആ ഡാൻസിലേക്ക് ചേരുകയാണ്. കുട്ടികൾക്ക് ഒരു ഊർജം നൽകാൻ വേണ്ടി അവരുടെ വകയും ഒരു ഡാൻസ് ഉണ്ട്. ഇപ്പം വേറൊരാളുണ്ട്. അയാൾ നല്ല ഡാൻസ് കളിക്കുന്നുണ്ട്. കുട്ടികളൊപ്പം തന്നെ സ്റ്റെപ്പൊക്കെ അയാളും വയ്ക്കുന്നുണ്ട്. കുട്ടികൾക്ക് കുറച്ചും കൂടി ഉഷാറ് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല സൂപ്പറായിട്ടുള്ള ഡാൻസ് അയാളും കളിക്കുന്നുണ്ട്. അത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം അദ്ദേഹം ഓടിപ്പോയി. അതാണ് അവിടെ കാണുന്നത്. പിന്നെ പിന്നെയും കുട്ടികൾക്ക് തീരാൻ പോവുകയാണെന്ന് തോന്നുന്നു. ഇപ്പം പെണ്ണ് തനിച്ചേ ഉള്ളൂ. മണവാളം അങ്ങോട്ടങ്ങ് മാറിയിട്ടുണ്ട്. ഏതായാലും ഡാൻസ് മുറുകിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു ഡാൻസാണ്. റിമിക്സ് ആയതുകൊണ്ട്, കൂട്ടിയോജിപ്പിച്ച ഡാൻസ് ആയതുകൊണ്ട് തന്നെ ഈ ഡാൻസിന് കുറേ നീളമുണ്ട്. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും കളി അവസാനിക്കട്ടെ. എല്ലാവരും നല്ല ഇതിലാണ്. കളിയൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഇപ്പം നമുക്ക് ഭക്ഷണത്തിൻ്റെ അരങ്ങമാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ലാസ്റ്റായി കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും അവിടെ ഭയങ്കര തിരക്കുണ്ട്. ഓരോരുത്തരായിട്ട് ഇരിക്കുകയാണ്. കുറേ ആൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാം. കസേര ഒഴിഞ്ഞിട്ടില്ല, അത്രയും തിരക്കാണ്. നല്ല വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഈ ഓഡിറ്റോറിയത്തിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ച് ഓഡിറ്റോറിയത്തിലേക്ക് വന്നു. അപ്പോഴാണ് കുറച്ചും കൂടി ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോഴേക്കും ഏകദേശം ഒരു 9 മണിയോടടുത്തിട്ടുണ്ട്. അങ്ങനെ പലരും കഴിഞ്ഞ് തുടങ്ങുകയാണ്. തിരിച്ചു പോകുന്ന ആൾക്കാരാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന രംഗം. അതായത് ഒരു 9-9:30 മണിയായിട്ടുണ്ടാവും. എല്ലാവരും തിരിച്ചു വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പലരും വഴിയിൽ വെച്ച് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോഴാണ് ചിലർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനൊക്കെ പറ്റുന്നതെന്ന് തോന്നുന്നു. എല്ലാവരും അതിലിരിക്കുന്നുണ്ട്. കുറച്ച് പേര് അവിടെ ഇരിക്കുന്നുണ്ട്.
ഞങ്ങൾ ഏറ്റവും ലാസ്റ്റാണ് ഇവിടുന്ന് പോയത്. ഞങ്ങൾ പോകുന്ന സമയമാണ് ഈ കാണുന്നത്. അപ്പോഴേക്ക് രാത്രിയായിട്ടുണ്ട്. വണ്ടിയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വണ്ടി എടുക്കാൻ പോവുകയാണ്. ഞങ്ങളെല്ലാവരും കുട്ടികളൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വണ്ടി എടുത്ത് ലാസ്റ്റായിട്ടുണ്ട്. വണ്ടി കയറുകയാണ്. കയറി അപ്പോഴേക്കും ഒരുവിധം ആൾക്കാരെല്ലാം ആ ഹോളിൽ നിന്ന് പോയിട്ടുണ്ട്. എല്ലാവരും അവരെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റിലാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു.